ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പൂജകളുടെ പേരിലും കോടികളുടെ വെട്ടിപ്പ് നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സൗജന്യമായി കിട്ടിയ പൂജാ സാധനങ്ങൾക്ക് പണം എഴുതിയെടുത്ത് ഉദ്യോഗസ്ഥർ കൊള്ളയടിച്ചു. അയ്യപ്പന്റെ അഷ്ടാഭിഷേകത്തിന്റെ പേരിലും വൻ കൊള്ള നടന്നു. ഹൈക്കോടതി വിലക്കിയ വ്യക്തി ശബരിമലയിലേക്ക് പൂജാദ്രവ്യങ്ങൾ വാങ്ങി നൽകിയെന്നും കണ്ടെത്തി. 10 വർഷത്തെ കൊള്ളയടിക്കപ്പെട്ട തുക കണ്ടെത്താൻ വിപുലമായ പരിശോധന നടത്തും. നഷ്ടം കണക്കാക്കാൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായവും വിജിലൻസ് തേടിയിട്ടുണ്ട്. വിഷ്ണു VS വിവരങ്ങളുമായി ചെയ്തു. വിഷ്ണു, ഇത് എത്ര കോടിയുടെ കൊള്ളമാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ശബരിമല പൂജകളുടെ പേരിലും വൻ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തെന്നാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. പല പൂജകളിലും കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ തട്ടിപ്പ് തുടർന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊള്ളയടിക്കപ്പെട്ട തുക എത്രയെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായവും വിജിലൻസ് തേടിയിട്ടുണ്ട്. പൂജകളുടെ പേരിൽ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് തട്ടിപ്പ് തുടരുന്നതെന്നാണ് രേഖകൾ പറയുന്നത്. അനധികൃത ഇടപാടുകൾ ഹൈക്കോടതി വിലക്കിയ ആൾ തന്നെയാണ് ശബരിമലയിലേക്ക് ഇപ്പോഴും പൂജാദ്രവ്യങ്ങൾ വാങ്ങി നൽകുന്ന എന്ന കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. പടിപൂജ, കളഭാഭിഷേകം, അഷ്ടാഭിഷേകം തുടങ്ങിയ പൂജകളിലൂടെയും തട്ടിപ്പ് നടന്നതായി ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്. ഏതായാലും ശബരിമലയെ സംബന്ധിച്ച് ഓരോ മണിക്കൂറുകളും ലക്ഷക്കണക്കിന് രൂപയുടെ പൂജാദ്രവ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളത്തിന് ശേഷം ഈ പറയുന്ന പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിലും വഴിപാടുകളുടെ കാര്യത്തിലുമുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിലും തട്ടിപ്പ് നടന്നിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് കൊള്ളകളുടെ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.